അയ്യേ ഇപ്പഴിന് നാണില്ല ഇങ്ങനൊക്കെ കാണിക്കാൻ. അത് മഞ്ഞെടുത്ത് കയ്യിൽ വെച്ചുരുട്ടിട്ട് എന്ത് പോയി കാണിക്കുന്നത്? തണുത്തിന് ഐസ് ആയാലും വേണ്ടിയില്ല, വീട്ടിൽ ചെല്ലുമ്പോ റിഗ്രറ്റ് വരാൻ പാടില്ലല്ലോ. രാവിലെ ഒരു 6 മണിയായപ്പോഴേ എണീറ്റ് റെഡി ആയിരിക്കണം പോവണ്ടേന്ന്. സ്നോ കാണുമ്പോൾ ഇടാനുള്ള കോസ്റ്റ്യൂമിനെ പറ്റി ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട. വഴിയിൽ ഇഷ്ടം പോലെ റെന്റിന് 250 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും കോസ്റ്റ്യൂം ഒക്കെ. ഞാൻ പറഞ്ഞ പോലെ പോകുന്ന വഴിയിൽ കുറെ മാഗിയുടെ ഷോപ്പും അതേപോലെ മഞ്ഞിങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നതും കാണാം. അങ്ങനെ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി മുകളിലോട്ട് പോകാൻ പല ഓപ്ഷനും ഉണ്ട്. നമ്മൾ നിൽക്കുമ്പോൾ തന്നെ കുറെ പേര് നമ്മുടെ ചുറ്റിനും വരും. അതിൽ ഞങ്ങൾ ചൂസ് ചെയ്തത് ടിക്കറ്റ് എടുത്തിട്ട് ഇതേപോലെ ഇലക്ട്രിക് വയറിനകത്ത് നമ്മൾ മണ്ടയ്ക്ക് കൊണ്ടുപോകും. പെർ പേഴ്സൺ 750 ആണ് അവരുടെ ടിക്കറ്റ് റേഞ്ച് എന്ന് പറയുന്നത്. അതേപോലെ ദേ ഡോണ്ട് ആക്സെപ്റ്റ് ഗൂഗിൾ. മുകളിലോട്ട് പോകാൻ ഇതല്ലാതെ കുറെ ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് ഒരെണ്ണമാണ് ഈ കുതിരയുടെ മണ്ടയ്ക്ക് കയറിയിട്ട് പോകുന്നത്. ആൻഡ് എനിക്ക് ഇപ്പൊ തോന്നുന്നു അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിരുന്നു. കാരണം പോകുന്ന വഴി മൊത്തം നമുക്ക് അങ്ങനെ കവർ ചെയ്യാൻ പറ്റും. താഴേന്ന് ഇങ്ങനെ മണ്ടയ്ക്കോട്ട് പോകുമ്പോഴും എനിക്ക് തണുപ്പ് കുറഞ്ഞു വരുന്നതായിട്ടാ തോന്നിയത്. എന്താന്ന് എനിക്ക് അറിയത്തില്ല. കുട്ടിക്കാലം തൊട്ടുള്ള ആഗ്രഹമാണ് മഞ്ഞെടുത്ത് കയ്യിൽ വെക്കണമെന്നുള്ളത്. അത് ഇങ്ങനെ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മുകളിലോട്ടൊന്നും പോവാതെ താഴെ കിടക്കുന്ന എല്ലാവരും ചവിട്ടിയ മഞ്ഞ് കണ്ടിട്ട് ഒരു എക്സൈറ്റഡ് ആയിട്ട് ഞാനത് എടുക്കാൻ പോകും. ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫർ വേണമെന്നുണ്ടെങ്കിൽ അതും അവിടെ ഉണ്ട്. സ്നോ കട്ട് കഴിയുമ്പോൾ തന്നെ അതിനകത്ത് എന്റെ പേര് എഴുതിയിട്ട് ഫോട്ടോ അയക്കണമെന്ന് പറഞ്ഞ് എന്നെ ഒരാൾ വിട്ടിട്ടുണ്ട്. കയ്യിലൊരു ഹാൻഡ് കവർ പോലും ഇടാതാണ് ഞാൻ ഈ പേര് എഴുതുന്നത്. അത്രയും സ്നേഹമാണ് എനിക്ക് എന്റെ കൂട്ടുകാരിയോട്. കൊച്ചുങ്ങൾ എന്തായാലും ഒരു ആഗ്രഹം പറഞ്ഞാൽ നമ്മളത് സാധിച്ചു കൊടുക്കണമല്ലോ. പിന്നെ എന്റെ ബാക്കി കൊച്ചുങ്ങളോട് ആരും പെടങ്ങരുത്, എല്ലാവരുടെയും പേര് ഇതിലുണ്ടെന്ന് അങ്ങ് സങ്കല്പിക്കുക. മുകളിൽ കുറച്ച് കയറി കഴിയുമ്പോൾ തന്നെ ആ മൊത്തത്തിലുള്ള വ്യൂ കാണുമ്പോൾ ഉള്ള രസമുണ്ട്. ഞാൻ പറഞ്ഞ മറ്റേ കുതിരയുടെ മുകളിൽ ഇരുന്ന് പോയായിരുന്നെങ്കിൽ സ്ലൈഡിങ് തൊട്ട് കുറെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇതിനില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ അങ്ങ് സ്ലൈഡിങ് ചെയ്യും. കുറെ ആൾക്കാർ ഇങ്ങനെ മഞ്ഞിന്റെ ഇടയിൽ നിന്ന് വരുന്ന വെള്ളം കുടിക്കുന്നുണ്ട്. നമ്മളും പോയി ടേസ്റ്റ് ചെയ്തു. ആ നല്ല വെള്ളം. മതിയാവോളം സ്നോ ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് കളിച്ചിട്ട് അവസാനം നമ്മൾ താഴോട്ട് വരാണ്. അതിന്റെ മുകളിലായിട്ട് ഒരു കഫേ ഉണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു, പക്ഷെ അത് ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം ഇവിടുന്ന് ഒരു 1500 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിസൂലും പോയിട്ട് ബട്ട് ഞങ്ങൾക്ക് അത് മിസ്സായി. അടുത്ത വട്ടം എന്തായാലും അവിടെ പോയിട്ടേ വരത്തു. ഞങ്ങൾ ഈ പോയ പാക്കേജിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ DM ചെയ്താൽ മതി. ടാറ്റാ.